വന്നിട്ടുള്ള ചെയിൻ ടുഗദറിൻ്റെ വീഡിയോ ആയിട്ടാണ്. ചെയിൻ ടുഗദറിൻ്റെ വീഡിയോ പറഞ്ഞാൽ ഞാനും ഇഷാനും ഉണ്ട്. അത് മറ്റേ അക്കൗണ്ടല്ല കേട്ടോ, ഇത് എൻ്റെ വേറെ അക്കൗണ്ടാണ്. മറ്റവൻ്റെ നൂബ് അക്കൗണ്ടാണ്. അപ്പം അത് കണ്ടിട്ട് ആരും നെട്ടാനോ നിൽക്കണ്ട. ഓ യെസ് കുറച്ച് വാ 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 അതെ ഇതിൻ്റെ ഇത് കുറച്ച് ഓക്കെ ബാ 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 പോവാ ആടാ പോവാ വാ 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 ഇത് തീർക്കണ്ടേ ഒന്ന് തീർക്കണ്ടേ അടക്കെ ഞാൻ ഇത് അതിലെ ചാടല്ലേ അടക്കെ ഇനി പോവല്ലോടോ മുന്നിക്ക് വേണ്ട അടക്ക് ഞാൻ സെറ്റിങ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കട്ടെ. ഈ ലാഗ് കുറയാനേ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നോക്കട്ടെ. ഡൈനാമിക് ഓട്ടോമാറ്റിക് ചാറ്റോ വോളിയം അല്ല വോളിയം ഉണ്ടായിക്കോട്ടല്ലേ. ഓക്കെ 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 ചെറിയ ലാഗൊക്കെ കുറഞ്ഞോ കൂടിയോ അറിയില്ല. ചാടിക്കോ എന്നാ കുറച്ച് ഞാൻ നല്ലോണം അടാ എന്നെ ഒന്ന് മര്യാദക്കുന്ന ഓക്കെ 3 അയ്യോ ഒറ്റ സ്പീഡ് ഒറ്റ പോക്ക് ചവണി ആട്ടെ. മേലെത്തിയാ സൈഫാ പോയടാ ചാടി 3 2 1 ചാടിക്കോ ഞമ്മടുണ്ട് പുള്ളയാടാ പുള്ളേ ഞാൻ ജീവനോടുണ്ട്. അടക്കെ ഇവിടെ ചെറിയ ലാഗുണ്ട്. ചടിക്കോ ഇതിൻ്റെ മേലക്ക് ഇങ്ങോട്ട് ചാടി സീന് ചാട് ഇല്ല ചാട് വെല്ലെ ഓക്കെ നമ്മൾ എത്തി. ഷാനെ ഇതെല്ലാം അറിയാലോ ഷാനെ അല്ല അത് പോയിക്കോട്ടെ ഇവിടെ ബാക്കോ റിസ്ക് എടുക്കാൻ വയ്യ. പോട്ടെ ഏറ്റവും മേലെ നിന്നിട്ട് സൈഡ് ചാട് ഓ അടേ നമുക്ക് റിസ്ക് എടുക്കണം. ഇതെടുക്കാം ഇതിൽ കൂടെ പോവാം. ഓ പി വെല്ല ഓക്കെ ആ സൈഡിക്ക് കിട്ടുമോക്കെ കുറച്ച് റിസ്ക് കൊടുക്കും. ഇനി ചെയിൻ ടുഗദറിൻ്റെ പ്രശ്നം ഏതാ വേൻ ചാടിയാ ചടക്കും. അടേ എന്താടാ പോവാ ഞാൻ ചാടി എന്താണ് What the fuck bro? അടേ ഈ കുരിശുമൊക്കെ ചാടി നമ്മൾ തിരിച്ചെത്തി അലേർട്ട് ഞാടെത്തി അതിലെ കേരള സീൻ റിസ്ക് ആണ്.
ഇനി ചാടിക്കോ. ആ ഡബ്ല്യു ലക്ക് ഇനിയിപ്പോ നിലത്ത് വന്നിട്ട് പിന്നെ ഡബ്ല്യു എല്ലാം ഡബ്ല്യു അൺലക്കായാലോ. പന്നി സ്പീഡ് പോടാ. ചാടിക്കോ. ഓ അല്ലാ പോയി, ഞാൻ പോയി. കിട്ടോ നോക്ക്. ബുക്ക് അവിടെ മുന്നിക്കോടാ. ആ ചെയിൻ ടൂക്ക് എത്ര ആദ്യമായിട്ട് ചേൽച്ചടേ. ആ വാ കേറി. സൈഡൊക്കെ ചാടി. ഞാൻ നിലത്തേക്കില്ലാടാ. ഒന്ന് പുള്ളയാടാ കുത്തേ. പുള്ളേ ഓ സൈ. ഓക്കെ 3, 2, 1 ജമ്പ്. അള്ളാഹു കാത്ത് 3, 2, 1 ജമ്പ്. അടക്ക് നിക്ക് തീട്ട തിന്നാ നിക്ക്. ആ ഒന്ന് മുന്നിക്ക് അത് വാടാ. അന്ന് തിന്ന. 3, 2, 1 സ്റ്റാർട്ട്. 3, 2, 1 സ്റ്റാർട്ട്. 3, 2, 1 സ്റ്റാർട്ട്. 3, 2, 1 സ്റ്റാർട്ട്. അവിടെ 3, 2, 1 ഇവിടെ ഇവിടുന്ന് പണിയിടണുണ്ട്. നീ ചൈനമക്കോടെ വെല്ല വാ. ഞാൻ അത് തീർക്കാം. ഓ വാടാ എടാ ഇവിടുന്ന് ഒന്നും ചാടരുത് കേട്ടോ ഇഷാനെ. ഹോറർ ഫാമിങ്ങിനൊന്നും നിൽക്കാക്കണ്ട. പെരും പണിയാണ് ഇവിടുന്ന്. അവിടെ ഒന്ന് പുള്ളയി. വെല്ല പോയാൽ മതി. ഹോറർ ഫാമിങ്ങും അതൊന്നും പറഞ്ഞ് നിൽക്കാക്കണ്ട. വെല്ല വെല്ല ചാടല്ലേ. വെല്ല പോയാൽ മതി. പോ ഉന്തല്ലേ. ഇതാണ് പറഞ്ഞ ചെയ്ഞ്ഞ് മനസ്സിലായില്ലേ. ഇതുവരെ ഞാൻ ഇത് തീർക്കാനായപ്പോഴാണ് ഞങ്ങൾ ചാടിയത് ഏറ്റവും അടിക്ക്. പിന്നെ റെനീമ് നിർത്തിപ്പോയി. അതാ പ്രശ്നം. പോട്ടെ കുറച്ചും കൂടെ അല്ലോ. അവിടെ നിന്ന് ചെക്ക് പോയിന്റ് എന്തുണ്ടോ? കുറച്ചും കൂടിയല്ലോ. അല്ല ഇത് ഞങ്ങൾ തീർത്തതാടാ. ഇവിടെ വരെ വന്നിങ്ങനെ. ഇത് കുറച്ചും കൂടി പോയിക്കണോണ്ട്. ബാ പടച്ചോനെ പൊന്നെ. സീന് ആ ഉസ്മാൻ്റെ സ്യൂട്. അത് റെനീമാടാ പൊട്ടാ. റെനീമ് നിലത്തോടെ റെനീമ് ചത്തു. റെനീമ് ഇവിടെ വരെ വന്ന് മരിച്ചതാ കൊണ്ടാടാ. നമ്മളും ഇനി അങ്ങനെ ആവോ? ആ അജു വാ നീ എന്തായാലും. റെനീമ് കൊണ്ടാനാന്ന് പറ. ആയില്ലേ ഇന്നലെ ഗിവേവ എടുത്തിനല്ലോ ഇതിന്. എന്തായാലും എൻ്റെ പേര് അതാവാനല്ല. അയില്ല ഇങ്ങോട്ട് കുറച്ച് മുന്നിൽ നല്ലോണം അടുപ്പിച്ചു. ഇത് നല്ല പണിയാണ്. 3, 2, 1 ജമ്പ്. കേറാൻ നോക്ക്. നോ ഇനി ഇത് നമുക്ക് ചാടിയിട്ട് കാര്യമല്ല. ഫസ്റ്റ് ഒന്ന് തുടങ്ങണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ കോയിൻ എടുത്തോളാം. എന്നടി എന്തേ കാട്ടിക്കോ. ഒരൊറ്റ ചാട്ടം ചാടുക. ആ സാധനത്ത് നമുക്ക് കിട്ടിയ ലാഭം. 3, 2, 1 ജമ്പ്. ചാടി പ്ലീസ്. കിട്ടിയില്ലടാ. പോയി. ആ ചെയിൻ നമുക്ക് കിട്ടൂല.
ലാ നമുക്ക് ഒരു 2-3 അറ്റംപ്റ്റും കൂടി ചെയ്ത് വെക്കാം. ആ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പാക്കാം. വല്ലാത്തൊരു കഷ്ടകാലം തന്നെ. അല്ല ഇന്നത്തെ വീഡിയോ ഇത്ര അടുത്ത കാണുന്നതായിരിക്കും. ബൈ. നമുക്ക് ഇതിനായിട്ടും കൂടുതൽ അടുത്ത ചെയിൻ ടുഗദർ വീഡിയോയിൽ ചെയ്യണം എന്നുണ്ട്. അതാണെങ്കിൽ പെരും പണിയാണ് ഇത് തീർക്കണമെങ്കിൽ. ഒരു 2-3-4 മണിക്കൂർ എന്തായാലും എടുക്കണം ഇത് തീർക്കണമെങ്കിൽ. അത് നല്ല പണിയാണ്. അപ്പം നമ്മളൊന്ന് എത്ര മീറ്റർ പോയി? ഒരു 10-20 അല്ല ഒരു 50 മീറ്റർ മേലൊക്കെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ എല്ലാവരും ഇത് സപ്പോർട്ട് ഇട്ട് നമ്മൾ സീനാ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടാൽ മതി. സീനാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ സ്കിന്ന് ഹെൽപ്പ് ചെയ്യാം. നമുക്കൊരു സ്കിന്ന് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ആക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ആക്കുന്ന വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ. റൈവൽസ് നമ്മൾ ചിലപ്പെങ്കിൽ ഗിവ് അവേ ഉണ്ടാവും അല്ലേ? ഇവനെ കാര്യം തരും. ഇവനുണ്ടാവും. ഇവനക്ക് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ലിങ്ക് ഇടും. നമ്മളെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് എല്ലാവരും അതിലേക്ക് കയറിക്കോളി. എന്നാൽ ഗിവ് അവേക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ ലൈവ് ഇടയിലേക്കാം. കൂടുതൽ ഡിസ്കൗണ്ടിലായിരിക്കാം. നമുക്ക് ലൈവ് ഒന്നും അത്ര വലിയതായിട്ട് കിട്ടൂല. അതുകൊണ്ട് ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ കിട്ടുകയാണെങ്കിൽ കിണ്ണാവും ലൈവൊക്കെ ഇടാൻ കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് നോക്കണം ലൈവ് ഇടാൻ കഴിയുമോയെന്ന്. ലൈവ് ഇടാൻ കഴിഞ്ഞാൽ അടിപൊളിയാവും. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ലൈവ് ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പക്ഷെ ലൈവ് ഇടാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവും. ലൈവ് ഇടാൻ കഴിഞ്ഞാൽ നമ്മൾ കളിക്കണ നമ്മളിപ്പോൾ റോബ്ലോക്സ് കളിക്കാൻ മാത്രമല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിയർ ബ്ലോക്സ് എന്നുള്ള ചാനലിന് പേരിട്ടത്. എന്നാൽ നമുക്ക് റോബ്ലോക്സിൻ്റെ എല്ലാ ഗെയിമും ഇടാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ ബ്രെയിനോട് മാത്രം കളിച്ചതുകൊണ്ട് നമ്മൾ വേറെ എന്താ TR സാബ് എല്ലാം കളിച്ചു. നമ്മൾ ഏത് ഗെയിമും റൈവൽസിൻ്റെ വീഡിയോ പറഞ്ഞാൽ ഇടാത്ത പറഞ്ഞാൽ നല്ല ലാഗാണ് SD കളിക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു ലാഗൊക്കെ കുറഞ്ഞ് വരുമ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടൊക്കെ തുടങ്ങാം. അതാവുമ്പോൾ സുഖമായിരിക്കാം. നിങ്ങൾക്ക് നല്ല ഹാപ്പി ആവും. പിന്നെ റൈവൽസിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇതാ ഈശാൻ്റെ ഈശാൻ്റെ ഒരു ചാനൽ മിക്കവാറും പക്ഷേ ഞാൻ ഇതാക്കിയിട്ടില്ല, സെറ്റാക്കിയിട്ടില്ല. അതിന് പബ്ലിക് ആക്കണം. കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പം ഇവന് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവൻ്റെ ഇത് എന്താ റെഡിയാവും. അപ്പോൾ ഇത് ഇവന് ഗിവ് അവേ ഒക്കെ തരാൻ ചാൻസ് ഉണ്ടാവും അല്ലേ? സീനാവും. അപ്പം 20 റോബക്സിൻ്റെ സ്റ്റാർട്ടർ ബണ്ടിൽ അത് എല്ലാ ഒരു ഓക്കെ ഇവൻ്റെ അപ്പം ജയിക്കണ ഒരാൾക്ക് സ്റ്റാർട്ടർ ബണ്ടിൽ ഉറപ്പാണ്. അപ്പം എല്ലാവരും ഇവൻ്റെ പ്രൈവറ്റ് സെർവർക്ക് അവൻ്റെ ചാനലിൽ പോയി അവൻ്റെ പ്രൈവറ്റ് സെർവർ എല്ലാവരോടും യൂസർ നെയിം ഇടാൻ മതി ചാനലിൽ. അപ്പോൾ യൂസർ നെയിം ഒരു 5 ആൾക്കാരെടുക്കും അല്ലേ? 5-7 5 ആൾക്കാരെടുക്കും. അതിൽ അയാൾക്ക് ഏറ്റവും നല്ല എന്താ വെച്ചാൽ ഏറ്റവും വലിയ സ്കോർ ബന്ധപ്പെടുത്താം അവർക്ക് ഇക്കാരം. പിന്നെ ഞാൻ ജയിക്കുകയാണെങ്കിലും ഞാൻ തരും. എന്താ ഏറ്റവും കൂടുതൽ നല്ല കളിച്ച ആളാരായിട്ട് തോന്നുകയാണെങ്കിൽ. പിന്നെ ഗണ്ണ് പറഞ്ഞാൽ ഒന്നെങ്കിൽ അസൾട്ടിൽ റൈഫിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കാം. അപ്പോൾ ഗൈസ് പിന്നെ എന്താ പറയാനല്ലേ, പിന്നെ റൈവൽസിലാവുമ്പം ഇവന് സ്നൈപ്പർ ഇല്ലോല് വരിക, അസൾട്ട് റൈഫിലോണ്ട് കളിക്കണോലുണ്ടാവും വരികയാണെങ്കിൽ വരിക. അസൾട്ട് റൈഫിൽ മിക്കവാറുണ്ടാവും ഗൈസ്. അസൾട്ട് റൈഫിൽ എല്ലാവരും ഉണ്ടാവണോണ്ട് അത് എടുക്കായിരിക്കാം. അല്ലെങ്കിൽ ഉസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കാരം. ഉസി നല്ല പോകുന്നുണ്ട്, കാരണം ഉസി അത്യാവശ്യം നല്ല ഗണ്ണാണ്. അപ്പോൾ നമ്മൾ ഉസി അല്പം ഇടും. എന്തായാലും കൂടുതലും അസൾട്ട് റൈഫിലിനാണ് ചാൻസ്. അപ്പം എല്ലാവരും അസൾട്ട് റൈഫിലിന് നല്ല സ്കിന്നും സെറ്റൊക്കെ ആക്കി വെച്ചോളി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ ബൈ.